ഗാസയിലെ വെടിനിർത്തൽ കരാർ പ്രകാരമുള്ള ബന്ദിമോചനം തുടരുന്നു. കരാറിന് കീഴിലുള്ള രണ്ടാമത്തെ കൈമാറ്റമാണിത്. 70 പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിച്ചു. 4 വനിതാ ഇസ്രയേൽ സൈനികരെ ഹമാസ് ഇന്റർനാഷണൽ റെഡ് ക്രോസിന് കൈമാറിയതിന് പിന്നാലെയാണ് പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചത്. ഇസ്രയേൽ തടങ്കലിൽ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച പലസ്തീൻ തടവുകാരൻ മുഹമ്മദ് അൽ ടൂസിനെയും ഇസ്രയേൽ മോചിപ്പിച്ചതായി ഈജിപ്ത് സർക്കാരിന്റെ ഔദ്യോഗിക ചാനലായ കഹേറ TV റിപ്പോർട്ട് ചെയ്തു. 477 ദിവസത്തോളം തടവിലായിരുന്ന വനിതാ സൈനികരെയാണ് ഹമാസ് മോചിപ്പിച്ചത്. 2023 ഒക്ടോബർ 7 ആക്രമണത്തിനിടെ ഗാസയ്ക്ക് സമീപമുള്ള ഒരു നിരീക്ഷണ പോസ്റ്റിൽ നിന്നാണ് വനിതാ സൈനികരെ ഹമാസ് പിടികൂടിയത്. കൈമാറ്റത്തിന് മുമ്പ് ഗാസ സിറ്റിയിലെ സ്ക്വയറിൽ ഹമാസ് ഒരുക്കിയ വേദിയിലാണ് വനിതാ സൈനികർ പ്രത്യക്ഷപ്പെട്ടത്. സൈനിക യൂണിഫോമിലായിരുന്നു 4 പേരും. കരീന അരിയേവ്, ഡാനിയേല ഗിൽബോവ, നാമ ലെവി, ലിറി അൽബാഗ് എന്നിവരെയാണ് വിട്ടയച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച വെടിനിർത്തൽ ആരംഭിച്ചപ്പോൾ 90 പലസ്തീൻ തടവുകാർക്ക് പകരമായി ഹമാസ് ബന്ദികളാക്കിയ 3 പേരെ വിട്ടയച്ചിരുന്നു. മാസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നീ 3 രാജ്യങ്ങളുടെ ശ്രമഫലമായാണ് വെടിനിർത്തൽ പ്രഖ്യാപനം യാഥാർത്ഥ്യമായത്. 3 ഘട്ടങ്ങളിലായാണ് വെടിനിർത്തൽ കരാർ പൂർത്തിയായത്. കരാറിന്റെ നിബന്ധനകൾ പ്രകാരം തടവുകാരുടെ കൈമാറ്റത്തെ തുടർന്ന് മധ്യ ഗാസയിലെ പ്രധാന പ്രദേശത്ത് നിന്നും ഇസ്രയേൽ സേന ഭാഗികമായി പിൻവാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആക്രമണത്തിന്റെ കടുത്ത ആഘാതം നേരിടുന്ന വടക്കൻ ഗാസയിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.